ഇത് കുറച്ച് വഴുതനയുടെ വിത്ത് പാവിയതാണ് കേട്ടോ. ഇത് വഴുതന തയ്യായി, വഴുതനയുടെ വിത്ത് പാവിയതാണ്. ഇത് ഞാൻ പെങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്, ചെറിയ അനുജത്തിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാൻ രാവിലെ ഇതൊക്കെ കുഴിയൊക്കെ എടുത്തിട്ടുണ്ട്. രാവിലെ ഇത് കുഴിച്ചിടാൻ വേണ്ടിയിട്ട് കുഴിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. രാവിലെ നടില്ല, വൈകുന്നേരത്തേനെ നടുള്ളൂ. കാരണം രാവിലെ നട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ വെയിൽ കൊള്ളും, അപ്പോൾ അത് വാടിപ്പോവും. അപ്പോൾ വൈകുന്നേരത്ത് നടാമെന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ കുഴിയൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ച്. അപ്പോൾ അതാ വൈകുന്നേരത്ത് ഞാൻ നട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വൈകുന്നേരത്താണ് നടുന്നത്. കുറച്ച് വളമെല്ലാം ഇട്ടിട്ടുണ്ട്. വളം എന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി എല്ലാം ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു നേരം പോക്കാണ് കേട്ടോ. നേരം പോക്കായ പരിപാടിയാണ് ഈ പച്ചക്കറി എന്ന് പറഞ്ഞാൽ. ഒരു രസമാണ്, ഇതെല്ലാവർക്കും ചെയ്യാനൊരു താല്പര്യമുള്ള ഒരു പരിപാടിയാണ് ഈ പച്ചക്കറി ഉണ്ടാക്കൽ. അപ്പോൾ വൈകുന്നേരത്ത് കുഴിച്ചിട്ടാൽ അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ രാവിലെ വരെ വെയിൽ കൊള്ളില്ലല്ലോ. ഒരു കിണറുണ്ട്, ആ കിണറിൻ്റെ അടുത്താണ്, അതിൻ്റെ 4 പുറം ഉണ്ട്. അപ്പുറത്തും വെച്ചിട്ടുണ്ട്. മഴയില്ല, ഈ സമയത്ത് മഴയില്ല, അതുകൊണ്ട് പരിപാടി നടക്കുന്നുണ്ട്. ഇതാണ്ടോ, ഇതൊരു അനാറി ചെടിയാണ് കേട്ടോ. അനാറി ചെടി തന്നെ ഉണ്ടായതാണ്. ഇത് ഞങ്ങൾ അനാറി പഴം എല്ലാം കഴിച്ചിട്ട് വിത്ത് ഇട്ടപ്പോൾ ഉണ്ടായതാണ്. ഇത് മരച്ചീനി, കുറച്ചേ ഉള്ളൂ മരച്ചീനി. അപ്പോൾ അത് ഞാൻ ഒരു മാസമായി അത് കുത്തിയിട്ട്. മരച്ചീനി എന്നും പറയും, ഇതിന് കൊള്ളി എന്ന് പറയും, കപ്പ എന്ന് പറയും, പൂള എന്ന് പറയും, മരക്കിഴങ്ങ് എന്ന് പറയും. മരക്കിഴങ്ങ് ഇത് പല നാട്ടിലേക്കും പല പേരാണ്, ഒരുപാട് പേരുണ്ട് ഇതിന്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇതാ ഒരു മാസമായിട്ടേ ഉള്ളൂ. ഇതൊരു പപ്പായയുടെ ചെടിയാണ്, ചെറിയതാണ്. അപ്പോൾ 2 കായ ഉണ്ടായിട്ടുണ്ട്. ഇത് വൈഫ് വെച്ചതാണ്, 2 കായ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ എന്നാൽ ബൈ.